ഒരുപാട് ഫോർമുലകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ ജില്ലാ പഞ്ചായത്തിലൊക്കെ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് ഇതുപോലൊരു ഫോർമുല വർക്കൗട്ട് ചെയ്തു. അവിടെ പിന്നെ പാറശാല വെള്ളറട ഭാഗത്തുനിന്ന് ജയിച്ചിട്ടുള്ള ഒരു വനിതയും വെഞ്ഞാറമൂട് ജയിച്ച മറ്റൊരു വനിതയും 2.5 വർഷം വീതം കൊടുത്തു. അങ്ങനെ കൊടുക്കാം. പഞ്ചായത്തുകൾ എത്രയോ പഞ്ചായത്തിൽ 2.5 വർഷം കൊടുക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ ആദ്യത്തെ 2.5 വർഷം ഒരു മുഖ്യമന്ത്രി, പിന്നെ 2.5 വർഷം വേറെ മുഖ്യമന്ത്രി, അങ്ങനെ കൊടുക്കാം. അപ്പോൾ രമേശ് ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും അങ്ങനെ സെറ്റിൽ ചെയ്യുക. കെ.സി. വേണുഗോപാൽ തൽക്കാലം മാറി നിൽക്കുക. വീണ്ടും തുടർ ഭരണം വരണമെങ്കിൽ കെ.സിക്ക് വരാം. കാരണം കെ.സി ഡൽഹിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇന്ത്യ പിടിക്കാൻ കെ.സി. വേണുഗോപാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് ഇന്ത്യ പിടിക്കാനുള്ള പണിയാണ് കൂടുതൽ ചെയ്യേണ്ടത്. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ഡൽഹിയിൽ തന്നെയാണ് ആവശ്യം. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഉത്തമ ശിഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു ദത്തുപുത്രനെ പോലെ അദ്ദേഹം നിന്ന് വളരെ വലിയ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അദ്ദേഹം അവിടെ തുടരട്ടെ. ഇവിടെ ഇവർക്ക് 2.5 വർഷം വീതം കൊടുക്കുക. ആദ്യ ടേം ഒരാളിന് കൊടുക്കുക, അടുത്ത ടേം അത് എന്ത് വേണമെന്ന് ഒന്നുകിൽ രഹസ്യമായിട്ട് ലോട്ടിട്ടെടുത്തിട്ട് പരസ്യമായിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ പരസ്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി 2.5 വർഷം വീതം കൊടുക്കുക. പക്ഷെ പ്രശ്നമെന്ന് വെച്ചാൽ വി.ഡി. സതീശൻ ജനങ്ങളിടയിൽ ഒരു വലിയ അപ്പർ ഹാൻഡുണ്ട്. അതേസമയം എം.എൽ.എമാരുടെ ഇടയിലും മറ്റ് ജനങ്ങളുടെ ഇടയിലും രമേശ് ചെന്നിത്തല മോശമാണെന്നല്ല, എങ്കിലും വി.ഡി. സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവായിരുന്നത്. അതിൻ്റെ ഒരു മെരിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരു എഡ്ജ് വി.ഡി. സതീശനുണ്ട്. പിന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അദ്ദേഹം ഇല്ല എന്നൊരു വാദം ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ലീഗ് ശക്തമായി കുഞ്ഞാലിക്കുട്ടി വന്ന് ഈ സമിതിയെ കണ്ടിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ തന്നെ വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രി ആക്കണമെന്നൊരു അഭിപ്രായം ലീഗുകാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ നടപടിക്രമം അനുസരിച്ചാണ് പോകുന്നത്. കോൺഗ്രസിൻ്റെ നടപടിക്രമം അനുസരിച്ച് 2 ഒബ്സർവർമാർ വന്നിട്ടുണ്ട്. അവർ 62 എം.എൽ.എമാരുമായിട്ട് 62 എം.എൽ.എമാരുമായിട്ട് സംസാരിക്കും. എ.കെ. ആൻ്റണിയായിട്ട് ഇന്നലെ സംസാരിച്ചു. ദാസ് മുൻഷിയായിട്ട് സംസാരിച്ചു. പിന്നെ ചിലപ്പോൾ സുധീരനുമായിട്ട് ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. പഴയ UDF കൺവീനറായ M.M. ഹസനുമായിട്ട് സംസാരിച്ചെന്നിരിക്കും. കെ. സുധാകരനോട് ചിലപ്പോൾ സംസാരിക്കും. അങ്ങനെ പല സീനിയർ നേതാക്കളുടെ ഒപ്പീനിയൻ എടുക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രനുമായിട്ട് ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. അവരെല്ലാം പഴയ KPCC പ്രസിഡന്റുമാരാണ്. അപ്പോൾ അവരുമായിട്ട് കെ. മുരളീധരനുമായിട്ട് ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. അങ്ങനെ KPCC പ്രസിഡന്റുമാരുടെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ സാധ്യതയുണ്ട്. MLA-മാരുടെ ഒപ്പീനിയൻ ഇത്രയും എടുത്തുകൊണ്ടായിരിക്കും അവർ ഡൽഹിക്ക് പോകുന്നത്. ഡൽഹിക്ക് പോയാൽ അവിടെ പിന്നെ ഒരു ചർച്ച നടത്തി അവിടെ നിന്നായിരിക്കും ഹൈക്കമാൻഡിൽ നിന്നായിരിക്കും തീരുമാനം. ഹൈക്കമാൻഡ് തീരുമാനം വന്നാൽ അത് കേരളത്തിന് അനുയോജ്യമായ തീരുമാനമല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെയും ചില കശപിശകളൊക്കെ പുറത്തുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കാരണം ഇതൊരു അധികാരത്തിൻ്റെ ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ ഒരു ചില രൂപത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി പോലത്തെ ഒരു പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ്. അതിനകത്ത് ഒരുപാട് ജനാധിപത്യവും ഒരേ സമയം ഒരുപാട് നേതാക്കൾ വളർന്നു വരികയും ചെയ്യുന്നൊരു പാർട്ടിയാണ്. സ്വാഭാവികമായിട്ട് അതിനകത്ത് അതിൻ്റേതായ സംഘർഷവും ആത്മസംഘർഷവും സമരവും പോരാട്ടവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരൊരു പ്രൊസീജിയർ നീങ്ങുകയാണ്. അതുകൊണ്ട് അവരിപ്പോൾ നമ്മൾ കുറ്റമൊന്നും പറയേണ്ട, അത് നടക്കട്ടെ. ആ പ്രൊസീജിയർ നടത്തി കഴിയുമ്പോൾ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2.5 വർഷം വീതം കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത ഭരണം വരുമ്പോൾ വീണ്ടും അങ്ങനെ ആലോചിക്കുക. അല്ലെങ്കിൽ ഈ വർഷം ഈ 5 വർഷം ഒരാളിന് കൊടുക്കാൻ ഒരാൾ തയ്യാറാവുക. അടുത്ത ആൾ ആഭ്യന്തരവും ധനകാര്യവും അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും 2 കൂട്ടരും, ഇപ്പം രമേശ് ചെന്നിത്തല ആയാലും വി.ഡി. സതീശനായാലും നല്ല കഴിവുള്ളവരാണ്, നല്ല മുഖ്യമന്ത്രിമാരായിരിക്കും. അവർ രണ്ടുപേരും അഴിമതിക്കാരല്ല, നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. കേസിനെ നമ്മൾ മാറ്റി നിർത്തിയത് കേസ് ഡൽഹിയിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചർച്ച. അപ്പോൾ അതുകൊണ്ട് വലിയ സാധ്യതയുള്ളത് ഇവർക്ക് 2 പേർക്കാണ്. അതല്ല നിങ്ങൾ 2 പേരും മാറി നിൽക്കൂ, MLA അല്ലാത്ത ഞാൻ വരാം എന്ന്, അല്ലെങ്കിൽ എനിക്കിത് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് കേസ് ഇറങ്ങുമോ നമുക്കറിയില്ല. കേസിക്ക് വേണ്ടിയും വലിയ ബാർഗെയിനിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഡൽഹിയിൽ കേസിക്കാണ് വലിയ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ MLA-മാരുടെ മനസ്സും കൂടെ എടുത്തിട്ട് കേസ് വരുമോ? പല MLA-മാർ, ഇപ്പം ചടയമംഗലം MLA, അതുപോലെ തന്നെ ആലപ്പുഴ MLA, അങ്ങനെ ഒരുപാട് MLA-മാർ KCയുടെ ശിഷ്യന്മാരാണ്. കേസ് കണ്ടെത്തിയതും KCയുടെ ശിഷ്യന്മാരുമാണ്. അപ്പോൾ ഇനി അതുകൊണ്ട് എന്ത് വരുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും 2 ദിവസം നമുക്ക് കാത്തിരിക്കാം. ആ 2 ദിവസം കൊണ്ട് ഒരു തീരുമാനമാകും. അത് തീരുമാനമാക്കി ഉടനെ ക്യാബിനറ്റിലേക്ക് പോകും. ക്യാബിനറ്റിലേക്ക് പോയി കുഞ്ഞാലിക്കുട്ടി സാഹിബും മറ്റ് ഓരോ ഘടകകക്ഷിയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ, CP ജോൺ, ഷിബു ബേബി ജോൺ, പിന്നെ മോൻസ് ജോസഫ്, പിന്നെ അനൂപ് ജേക്കബ്, ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു മന്ത്രിമാരുടെ ഒരു എന്ത് നടക്കും. ആദ്യം ഒരു സമ്മേളനം, സത്യപ്രതിജ്ഞ നടക്കും. പിന്നെ ആയിരിക്കും മന്ത്രിസഭ വിപുലീകരണം എന്നുള്ള നിലയിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ള മന്ത്രിമാരെ തീരുമാനിക്കപ്പെടുക. എന്തായാലും KPCC ഓഫീസിലേക്ക്, ഇന്ദിരാഭവനിലേക്ക് ഓരോ MLA-മാർ വന്നിരിക്കുന്നു. അവിടെ വലിയ ആശ്ലേഷൻ നടക്കുന്നു, ആലിംഗനം നടക്കുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. വളരെ വലിയ ആഘോഷത്തിലാണ് KPCC ഈ ഇന്ദിരാഭവനും. അത് തീർച്ചയായിട്ടും ഈ 62 MLA-മാർ കിട്ടിയെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. അവരെ വെച്ചുകൊണ്ട് വളരെ മനോഹരമായൊരു ഗവൺമെൻറ് രൂപീകരിക്കാൻ, ശക്തമായൊരു ഗവൺമെൻറ് രൂപീകരിച്ച് പോകാൻ തന്നെ
UDFന് കഴിയും. അവരുടെ 62 ലീഗും കൂടെ ചേർന്നാൽ തന്നെ കറക്റ്റായി. ഇനി അവരുടെ 62 കേരള കോൺഗ്രസും വേറെ 2 പേരും കൂടെ ചേർന്നാലും 71 അതുകൊണ്ട് ഭരണത്തിൽ കോൺഗ്രസിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. വളരെ സജീവമായി മുന്നോട്ട് പോകാം. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുകയും വേണം. കാരണം അവർ കാണിച്ചു കൂട്ടുന്ന, അവർക്ക് ജനം കൊടുത്ത മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പെട്ടവരെയും ജയിപ്പിച്ചിരിക്കുകയാണ്. ജി സുധാകരനെ, അതുപോലെ വി കുഞ്ഞികൃഷ്ണനെ, TK ഗോവിന്ദനെ തുടങ്ങിയ ഒരുപാട് ഇടതുപക്ഷക്കാരെയും KK രമ അടക്കമുള്ള ആളുകളെ വിജയിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ വലിയൊരു മാൻഡേറ്റാണ്. ഈ മാൻഡേറ്റിൻ്റെ മാനവും അതിൻ്റെ മഹിമയും അതിൻ്റെ ഗരിമയും കെട്ടുപോകാതെ UDF കൊണ്ടുപോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.